ഇതിപ്പോൾ ഡിവോഴ്സിന് കാരണം പറഞ്ഞേക്കുന്നത് ഭാര്യ പീഡിപ്പിക്കുകയാണോ? സാറേ, പീഡിപ്പിക്കുകയല്ല, പേടിപ്പിക്കുക, മാനസികമായി പേടിപ്പിക്കുക. ഒരു ഉദാഹരണം പറയാമോ? ഒരെണ്ണമല്ല സാറേ, ഞാനൊരു 6 ഉദാഹരണങ്ങൾ പറയാം. ലാഗാവരുത്. ലാഗൊന്നുമില്ല, ഫുൾ എൻ്റർടൈൻമെൻറ്റ്. സീൻ 1. അഹങ്കാര വർത്താനം പറയരുത്. ആവശ്യമില്ലാതെ ദൈവത്തിനെ തൊട്ട് കളിക്കരുത്. ഞാനെന്തോ ദൈവത്തെ തൊട്ട് കളിച്ചത്? ഞാൻ അഹങ്കാര വർത്താനം ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അമ്പലത്തിൽ ഒരു നേർച്ച ഇടണമെന്ന് പറയുമ്പോൾ ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? എൻ്റെ പൊന്നു വൈഷ്ണവി, ഞാൻ എന്തോ ആവശ്യത്തിന് അമ്പലത്തിൽ നേർച്ച ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ മാസം ബിസിനസ്സും പൊട്ടി കളസം കീറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പം ഞാനാ പറഞ്ഞത് നേർച്ച. അതിനുശേഷമാണോ എഴുന്നേറ്റം ഉണ്ടായത്? എൻ്റെ പൊന്നു മോളെ, എനിക്ക് ബിസിനസ്സിൽ ഒരു കയ്യബദ്ധം പറ്റി. ഞാനത് നോക്കിക്കണ്ട് ചെയ്യാത്തതിൻ്റെ, അല്ലാതെ വേറെ ഒന്നും അല്ല. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ആ നേർച്ച പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് ശരിയായോ? ആയോ ഇല്ലയോ? ഞാൻ തെറ്റ് മനസ്സിലാക്കി ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അത് ശരിയായി. അല്ല, ദൈവം എന്തെടുത്തിട്ടാ? നിങ്ങൾ പുച്ഛിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ഇതിനുള്ള അനുഭവിക്കും. പിന്നെ ദൈവത്തിന് ശിക്ഷിക്കാനല്ലേ പണി, ദൈവം സ്നേഹിക്കാനുള്ളതാ, അല്ല ശിക്ഷിക്കാനുള്ള ആളല്ല കേട്ടോ. കിട്ടാനുള്ളത് കിട്ടുമ്പോൾ പഠിച്ചോളൂ. ആ, ചിരിച്ചോ, എത്ര വേണമെങ്കിലും ചിരിച്ചോ. പക്ഷെ ഈ ചിരി കറക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ അമ്മാവൻ്റെ അനുഭവം അറിയാമല്ലോ. എൻ്റെ അമ്മാവൻ എന്തോ പറ്റി? നേർച്ചയ്ക്ക് മുടക്കം വന്നപ്പം അമ്പലത്തിന്റെ മുന്നിൽ വെച്ച പുള്ളിക്കാരൻ കരളും പുറത്തു വന്ന് ചോര തുപ്പി ചത്തത് അറിയാമോ? അല്ലാതെ ഉത്സവത്തിന് എൻ്റെ അമ്മാവൻ ആനവാലിന്റെ പൂട പിടിച്ച് വലിച്ചിട്ടല്ലേ. അതൊക്കെ ഓരോ സമയത്ത് ദൈവം തോന്നിപ്പിക്കുന്നതാ. ദൈവം ആനയുടെ രൂപത്തിൽ വന്ന് ചെയ്തതാ. ഇങ്ങനെ പേടിപ്പിക്കാതെ മനുഷ്യനെ ഒന്ന്. വേണ്ട, ഞാനൊരു കാര്യം പറയുവാ. നാശത്തിലോട്ടാ നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നശിച്ച് നാരണക്കല്ലെടുത്ത് വെണ്ണീറായി ഇതുവഴി തെക്ക് വടക്ക് നടക്കും. നിങ്ങൾ നോക്കിക്കോ, ദൈവത്തെ തൊട്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ മോശിച്ചു പോവും, നോക്കിക്കോ. വൈഷ്ണവി, ആ ഫുഡായോ? ഫുഡ് ഇപ്പോൾ ആവും, ഒരു 15 മിനിറ്റ്. ആ കുഴപ്പമില്ല, പതുക്കെ മതി. ഇന്ന് ഓഫീസില്ലല്ലോ. ഓഫീസില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയാലോ? ഓഫീസില്ലെന്നേ ഉള്ളൂ, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം. അവനിപ്പോൾ ഇങ്ങോട്ട് വരും. ആര്? കൂട്ടുകാരനിപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന്. ഏത് കൂട്ടുകാരൻ? കണ്ണൻ. നിങ്ങൾ നാശത്തിലോട്ടാ പോകുന്നത്. നിങ്ങൾ മുളയിലെ നുള്ളിയറേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എടീ, കല്യാണത്തിന് മുമ്പ് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത്. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആറ്റിങ്ങിൽ എന്തോ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആറ്റിങ്ങിൽ എന്തോ നടന്നേ? എന്ത് നടന്നെന്നോ? ഇന്ന് ഈ വീട്ടിൽ എന്താണോ നടക്കാൻ പോകുന്നത് അതാണ് ആറ്റിങ്ങിൽ 2 മാസം മുന്നേ നടന്നത്. എന്തോ? ഇതുപോലെ ഒരു ഭർത്താവ് കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ച് കയറ്റി. അവർ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് കള്ളുകൂടിയായി ബഹളമായി. എന്നിട്ട് എന്ത് നടന്നു എന്ന് അറിയാമോ? ആ വന്ന കൂട്ടുകാരൻ ഭർത്താവിനെ തലക്കടിച്ച് കൊന്നു. എന്നിട്ടും അവൻ അടങ്ങിയിരുന്നില്ല. അവൻ നേരെ ഭാര്യയുടെ മുറിയിലേക്ക് പോയി. ഉറങ്ങിക്കിടന്ന ഭാര്യയെ മയക്കമരുന്ന് കൊടുത്ത് ഉറക്കിയിട്ട് റേപ്പ് ചെയ്തു. എന്നിട്ട് ആ ക്രൂരത കാണിച്ച അവൻ അവിടെ തല വെട്ടിയെടുത്തു. അവിടെ കൈ വേറെ, കാല് വേറെ, ഉടല് വേറെ പലയിടത്താക്കി. എന്നിട്ടും അവൻ്റെ കലി തീർന്നില്ല. ആ സ്വർണ്ണമെല്ലാം അവളുടെ എടുത്തിട്ട് അവളുടെ ഉടല് കഷ്ണമായിട്ട് വെട്ടി നുറക്കി ഇറച്ചിക്കടയിൽ കൊണ്ട് കൊടുത്തു. ആ ഇറച്ചിയായിരുന്നു ആറ്റിങ്ങിൽ സപ്ലൈ ചെയ്തതെന്നാണ് ഞാൻ പിന്നെ കേട്ടത്. അറിയാമോ? അതുപോലെ ഇന്നിവിടെ സംഭവിക്കും. നിങ്ങളുടെ ഈ കൂട്ടുകാരൻ നിങ്ങളെയും കൊന്ന് എന്നെയും വെട്ടി നുറക്കി എൻ്റെ സ്വർണവും കൊണ്ടങ്ങ് പോകും. എൻ്റെ ഇറച്ചി ഇനി നാട്ടുകാർ തിന്നാൻ പോകുന്നത്. എന്തുവാ? നോക്കിക്കോ, അവനെ വിളിച്ചു പറ, വരണ്ടാന്ന് വിളിച്ചു പറ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വന്നു നമ്മുടെ കാലം വന്നു. ഒന്നും ചെയ്യണ്ട, അവൻ വരട്ടെ, അവൻ എന്നെ കൊല്ലട്ടെ, നിങ്ങളെ കൊല്ലട്ടെ. ഈ വീടൊരു പ്രേതാലയാവട്ടെ. എന്തിന് എന്നെ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഇങ്ങനെ വെട്ടി നുറുക്കി നാട്ടുകാർക്ക് കൊടുക്കാനായിരുന്നു. എന്താണ് തുറക്കാത്ര താമസം? ഓഫീസും വർക്കൊന്നും ഇല്ലാത്ത എന്തൊരു ആശ്വാസം. എടാ, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ വന്നേന്ന്? നിനക്ക് എന്താ?
നീ അല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വാ, ട്രേഡിങ്ങിനെ പറ്റി എന്തൊക്കെയാ ചോദിക്കാനുണ്ടെന്ന്. ഞാനങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു. നിനക്ക് എന്താ? നിനക്ക് ധൃതി വല്ല ഉണ്ടായി പൊയ്ക്കോ. എനിക്കെന്ത് ധൃതി? നമ്മളിതൊന്നും അല്ലല്ലോ പ്ലാൻ ചെയ്തത്. നീ പോയി 2 ബോട്ടിൽ എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഭാര്യ അത്ര സുന്ദരിയൊന്നുമല്ല. അതിനിപ്പോൾ എന്താ, നീയും സുന്ദരനൊന്നും അല്ലല്ലോ. അതപ്പം മാനേജായി പോകത്തില്ലേ? ആണോ? അങ്ങനെ മാനേജ്. അല്ലെങ്കിൽ വീട്ടിൽ സ്വർണ്ണമൊന്നും ഇരിപ്പോൾ ഇല്ല. കെട്ടിച്ചോണ്ട് വന്നപ്പോൾ കുറച്ച് സ്വർണ്ണം കിട്ടിയായിരുന്നു. അമ്മായിപ്പം കൊണ്ടുവന്ന് പണയം വെച്ചേക്കോ. സ്വർണ്ണമൊക്കെ ആര് ചോദിച്ചടാ? ചോദിച്ചില്ലല്ലോ നീ. പക്ഷെ എനിക്കൊന്നും പറയാൻ ശരിക്കും എന്താ നിന്റെ പ്രശ്നം? അളിയ പ്രശ്നമൊന്നുമില്ല. മനുഷ്യൻ്റെ സാഹചര്യമല്ലേ ഓരോ തരത്തിൽ ഓരോ മനുഷ്യനെ എത്തിക്കുന്നത്. ചിലപ്പോൾ നിനക്ക് സ്വർണ്ണം വീട്ടിൽ ആവശ്യത്തിന് ചോദിക്കാൻ തോന്നിയാലും ഞാൻ തരാൻ തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്താലോ നീ? ഞാൻ എന്ത് ചെയ്യേ? ഇല്ല നീ ഒന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷെ അല്ല, നിനക്ക് പ്രത്യേക സാഹചര്യത്തിൽ എന്നെ വല്ല റേപ്പ് വല്ലതും ചെയ്യാൻ തോന്നിയില്ല നിനക്ക്? റേപ്പോ? നീ എന്തോന്നാ ഈ പറയുന്നത്? തോന്നത്തില്ല, എനിക്ക് തോന്നിയതായിരിക്കും. നീ ഓക്കെ അല്ലേ? എൻ്റെ തലയും ഉടലും പാലും. നീ പോ. എന്താ ഇങ്ങനെ? പോ. ഇവിടെ ഓഫീസിന്റെ കാര്യം വേണ്ട, ബാഗ് 2 കുപ്പി ഇരിക്കുന്നു, നമുക്ക് ഇവിടെ അടിച്ചിട്ട് പോകാം. പോയാ കുപ്പി വേണം? ഇപ്പം വേണ്ട, നമുക്ക് വെളി വരാം. അത് 10 പേര് വെളി കാണുമല്ലോ. അത് പൊയ്ക്കോ നീ. പപ്പ എന്ത് പറ്റി? മനുഷ്യപ്പോ പേടിച്ച് ചത്തേനെ. അതിർത്തി മാറുന്ന വാടാ ചോദിക്കാൻ. നിങ്ങൾ പോവരുത്. എടിയോ, നമ്മുടെ പ്രോപ്പർട്ടി ഇല്ലേ? ഞാനാ പറയുന്നത്, നിങ്ങൾ പോവരുത്. നിങ്ങൾ അപകടത്തിൽപ്പെടും. അപ്പനപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന അതൊന്ന് കയ്യിൽ നിന്ന് പോവത്. അവന്മാരുടെ കയ്യിൽ ആയുധമുണ്ട്. വടിവാള് വെച്ച് ഇവിടെ ഒരൊറ്റ വെട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ചോര പറഞ്ഞ അതിർത്തിയുടെ അടക്കിടന്ന് തീരത്തേ ഉള്ളൂ. ഞാനാ പറയുന്നത്, പോവരുത്. അപ്പൊ കയ്യിൽ നിന്ന് പോട്ടെന്നോ? പോട്ടെ. ജീവൻ പോകുന്നതിനേക്കാളും വലുതല്ലല്ലോ അതിർത്തി പോകുന്നത്. ഇപ്പം നിങ്ങൾ എന്തിനാ വിളിച്ചെന്നറിയോ? വെട്ടിത്തുണ്ടവാക്കാൻ. തീരെ നിങ്ങൾ അപ്പനപ്പന്മാരുണ്ടാക്കിയിട്ടത് അവരുണ്ടാക്കിയിട്ട് അങ്ങ് പോയി. അനുഭവിക്കണം നിങ്ങളാ. മാന്തെങ്കിൽ മാന്തട്ടെ. മാന്താൻ പോകുന്നില്ല അവർ മാന്താൻ പോകുന്നില്ല. അവർക്ക് പേടിയാ, നിങ്ങളെ പേടി. ഞാനാ പറയുന്നത്, പോവരുത്. അതിർത്തിയെല്ലാം അവർ കൊണ്ടുപോയി, ഇനിയും വലിച്ചോണ്ടിരുന്നോ? ഇവളെയും കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ. വിറപ്പിക്ക്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഞാൻ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണ്ടേ. ഞാൻ അറിയാതെ പറഞ്ഞാണ്. ഞാനൊരു ദുഷ്ടമല്ല, ഞാനൊരു പാവമാണ്. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. ഓക്കെ. എന്തോ നോക്കുന്നത്? ദോണ്ട് അത് കണ്ടോ? എന്തോ ആ പടി വെച്ച എൻ്റെ അമ്മാവൻ ചോര തുപ്പിച്ചത്തത്. കരള് തോണ്ടേ ഇല്ല, തെങ്ങിൻ്റെ കീഴിലായിരുന്നു കിടന്നത്. നീ ഒന്ന് വന്നേ. ആവശ്യമില്ലാത്ത അമ്പലത്തിൽ വെച്ച് പറയാതെ. വരാൻ കുഴപ്പമില്ലെങ്കിൽ ഞാനത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓഫറൊക്കെ കൊള്ളാം.
ശരി, ഞാൻ വൈകുന്നേരം ഒന്നും ആലോചിച്ചിട്ട് വിളിക്കാം. എന്തുവാ ഏട്ടാ, എന്തുവാ? ഇനി എനിക്ക് ഇപ്പോൾ സാലറി കുറവല്ലേ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പുതിയ കമ്പനിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാനേജറൊക്കെ നല്ലതല്ലേ? മാനേജർ നല്ലേ, പക്ഷെ സാലറി കുറവല്ലേ. ഞാൻ ഈ ജോലി നോക്കിയാലോ എന്ന് ആലോചിക്കുമോ? നിൻ്റെ അഭിപ്രായം എന്തോ? അയ്യോ, എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാനങ്ങ് പറയാം. അഹങ്കാരം കാണിക്കരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം, വല്ലോനുമായിട്ട് നിൽക്കാൻ ശ്രമിക്കരുത്. ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും നല്ലൊരു മാനേജറെ ഇത്രയും നല്ലൊരു സാലറിയും കളഞ്ഞ് ഞാൻ പോകത്തില്ല വേറൊരു കമ്പനിയിലോട്ട്. നമ്മൾ നിലത്ത് നിൽക്കണം, നിലത്ത് നിന്നാലേ സമ്മാനം കിട്ടും. എന്നെക്കാട്ടി നല്ല ഈ ജോലിയാണ്, ഞാനിത് നോക്കാൻ പോകും. എൻ്റെ പൊന്നിയേട്ട, അവിടെ സാലറി കൂടുതലാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ മാനേജർ ഭയങ്കര സാധനമായിരിക്കും. അവസാനം നിങ്ങൾ അത് ഇട്ടിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. നിങ്ങൾ അനുഭവിക്കത്തേ ഉള്ളൂ ഇനി ആ ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കടന്ന് തെണ്ടി നിരങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ജോലി ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ഞാൻ കാണത്തില്ല നിങ്ങളുടെ കൂടെ. ഞാൻ കെട്ടും പാണ്ടവും പടക്കി ഞാൻ വീട്ടിൽ ഞാൻ പോയിരിക്കും. ഞാൻ പറഞ്ഞേക്കാം. അല്ലടേ, അത്യാവശ്യം നല്ല സാലറി ഉണ്ടല്ലോ. ചേട്ടാ, നിങ്ങൾ പോയി കഴിഞ്ഞ് ഞാൻ ചുമ്മാ പറയുന്നതല്ല, അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതൊന്നും പാഴ്വാക്കായിട്ടില്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. പിന്നെ എന്തിനാ എന്നോട് അഭിപ്രായം ചോദിച്ചത്? ഞാൻ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ആ ജോലിക്ക് പോകണ്ട. ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇവിടെ നിൽക്കുക. മറ്റവനില്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ, അവൻ ആ ജോലി സജസ്റ്റ് ചെയ്യും. അവന് പണി കിട്ടട്ടെ. അവൻ രണ്ടിനന്ന് ജോലി വിട്ടിട്ട് വരും. നിങ്ങൾ നോക്കിക്കോ, നമുക്കത് കണ്ട് രസിക്കാം. നീ എന്തോ മണ്ടത്തരാടാ കാണിച്ചു. ഒന്നും മിണ്ടായിരി അളിയാ. എങ്ങനെ പറയായിരിക്കും? എടാ, പുതിയ കമ്പനിയിലെ മാനേജറെ നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്. ഞാൻ അങ്ങോട്ട് എന്നിട്ട് ഒരാഴ്ച പോലെ പോയില്ല. എന്നോട് ചോദിക്കുക പ്രൊമോഷൻ വേണമെന്ന്. സാലറിയോ കഴിഞ്ഞ കമ്പനിക്കാലും 2 ഇരട്ടി കൂടുതൽ. അത് വല്ലതും നിനക്കുണ്ടല്ലോ ഒരു മാനേജർ. ഇപ്പോഴും വിളിച്ചല്ലോ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ. ചെന്ന് ഉണ്ടാക്കിക്കോളി. എടാ, എന്നെ കണ്ട അസൂയപ്പെടാ. ഞാൻ എന്തോ ചെയ്യണം? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തു ആളിയാ? നീ അവിടെ വാക്കും കേട്ടോണ്ടിരുന്നോ, നീ രക്ഷപ്പെടും. ഇതിന് നന്ദിയുണ്ട്, എനിക്ക് ജോലി നീ ഒപ്പിച്ചു തന്നല്ലോ കേട്ടോ. ഏയ്, നന്ദിയുണ്ട്. നോക്കിക്കോ. ആരുമില്ല മാമ. വൈഷ്ണവി, ആ വൈഷ്ണവി ഇതേ ഇങ്ങോട്ടൊന്ന് വന്നേ. ആരാ വന്നേക്കാന്ന് നോക്കിയേ. ഇതാ വരുന്നു. അമ്മ ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നിങ്ങൾക്കൊന്നും അങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലല്ലോ. അമ്മ, അച്ഛന് സുഖമാണോ? അച്ഛൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാ. അപ്പം അച്ഛൻ പറഞ്ഞു ഈ പായസം മക്കൾക്ക് 2 കൊണ്ട് കൊടുക്കാൻ. നിങ്ങളെന്തായാലേ ഇത് കഴിച്ചിട്ട് അമ്മയുടെ കൂടെ 2 കൂടെ അങ്ങോട്ട് വായോ. അമ്മ, അമ്മയ്ക്ക് ഷുഗർ കുറച്ചിട്ടാ മതി കേട്ടോ. അരേ വാ. ഒരു പാത്രം എടുത്തേ. ഒരു പാത്രം എടുക്കാന്. ഒരു പാത്രം എടുക്കാന്. ഇതത്ര നല്ലതിനല്ല ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആര്? എന്തു? നിങ്ങളുടെ അമ്മ ഈ വന്നത് നല്ലതിനല്ലെന്ന് മനസ്സിലാക്കിക്കോ. അത് ഇല്ല, മനസ്സിലായില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഈ 4 വർഷം ഒരു ഫോൺ കോൾ പോലും ഇല്ലാത്തൊരു ബന്ധം ഇപ്പം ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് കണ്ണൂർ നടന്ന സംഭവം അറിയാമോ? അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. കണ്ണൂർ എന്തോ നടന്നു?
ഇവിടെ എന്താണോ നടക്കാൻ പോകുന്നത് അതാണ് കണ്ണൂർ നടന്നത്. ഇവിടെ എന്തോ നടന്നത്? നീ പെതുക്കെ പറ, അമ്മ കേൾക്കും. വർഷങ്ങളായിട്ട് പിണങ്ങി താമസിക്കുന്ന മോൻ്റെയും മരുമോടെ എടുത്ത് അമ്മായിയമ്മ പായസം കൊണ്ടു കൊടുത്തു. പക്ഷെ അത് പായസമല്ലായിരുന്നു, പോയിസൺ ആയിരുന്നു. അത് കഴിച്ചിട്ട് മോനും മരുമോളും വടിയായി. എന്തിനാ അവർ കൊണ്ടു കൊടുത്തത്? സ്വത്ത് തട്ടാൻ, മോൻ്റെ സ്വത്ത് തട്ടാൻ. നിർത്തിക്കോ, നിങ്ങൾ നിർത്തിക്കോ. ഇത് അപകടത്തിലേക്കാ പോകുന്നത്. ഇത് അധികം നാൾ നിൽക്കത്തില്ല. നിങ്ങളുടെ അമ്മയുടെ മനസ്സ് മൊത്തവും നിങ്ങളുടെ മരണമാണ്. എന്നിട്ട് ഈ സ്വത്തും പണവും എല്ലാം എടുത്തോണ്ട് പോകാനാണ്. എന്നെയും കൊല്ലണം. അനന്തരാവകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ തള്ളക്ക് പറ്റത്തില്ലല്ലോ. നോക്കിയിരുന്നോ? ഓ, അപ്പൊ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? ഇത്രയും വർഷം മാറി നിന്നിട്ടേ മോനെ മരുമോളം കാണുമെന്ന് എനിക്ക് ഇത് തന്നെ കിട്ടണം. അങ്ങനെ അന്നേ പറഞ്ഞതാ. അപ്പൊ ഞാനിതൊന്നും കേട്ടില്ല. ഇനി എന്തായാലേ ഇങ്ങോട്ട് അച്ഛനും അമ്മയും വരത്തില്ല, അങ്ങോട്ട് മക്കളും വരണ്ട. മതിയാ എനിക്ക്. കണ്ടോ 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 കണ്ടോ, കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോ തരുടെ തുള്ളൽ കണ്ടോ? മനസ്സിലായോ? ഒന്ന് പോടി അമ്മേ. അമ്മേ, താൻ എന്തിലും വിഷമിക്കണ്ട. താൻ പറഞ്ഞെനിക്ക് മനസ്സിലായി. എന്നാലും ഒത്തുപോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പറ്റത്തില്ല സാറേ. ഇനി ഒത്തുപോയാൽ തൂക്കുകയറാം. ഞാനൊരു വക്കീലായിട്ട് ഇത് പറഞ്ഞുവിടാത്തതാ. രണ്ടുപേരെയും ഒന്നിരുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ പ്രശ്നം തീരുമായിരിക്കും. ഭാര്യയോടൊന്ന് വരാൻ പറയാൻ പറ്റുമോ? അവൾ വരും സാറേ, അവളെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചത് നിനക്ക് ഫോൺ എടുക്കാൻ വയ്യല്ലേ? അത്ര വലിയ പരീക്ഷയാണോ വക്കീൽ പരീക്ഷ? ഇതിന് മാത്രം അങ്ങ് പഠിക്കാൻ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ബ്രേക്കപ്പ്. ഞാൻ വിളിച്ചെടുക്കാത്ത ഒരാൾ എൻ്റെ ഭർത്താവായിട്ട് വരുന്ന എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ നീ ഒന്നോർത്തോ, എന്നെ അവോയ്ഡ് ചെയ്ത് നീ പഠിക്കുന്ന പഠിത്തം ഒന്നും ശാശ്വതമാവത്തില്ല. ഞാനാ പറയുന്നത്. നീ അനുഭവിക്കും, നീ ശരിക്കും അനുഭവിക്കും. നീ വക്കീലാവുമായിരിക്കും, പക്ഷെ നിനക്ക് ഒരൊറ്റ കേസ് പോലും കിട്ടത്തില്ല. ഞാനാ പറയുന്നത്. ഇനി അഥവാ കേസ് കിട്ടിയാലും വല്ല ദുഃഖട കേസായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്, വല്ല ദുഃഖട ഫാമിലിയുടെ. നീ അത് മനസ്സിലാക്കിക്കോ. എന്നെ വേണ്ടല്ലോ അല്ലേ? വേണ്ട. ബ്രേക്കപ്പ്. നീ അനുഭവിക്കും. താൻ പറഞ്ഞാൽ ശരിയാ. ഇത് ഡിവോഴ്സ് തന്നെ നല്ലത്. തൻ്റെ മാനസികാവസ്ഥയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കേസ് ഞാൻ ഏറ്റെടുക്കും. താങ്ക് യു സാറേ. ഡിവോഴ്സ് മേടിച്ച് തരുകയും ചെയ്യും. ഒപ്പിട്.